കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയും കണ്ണൂർ സ്വദേശിനിയുമായ മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം യുവാവ് സ്വയം വെടിവെച്ച് മരിച്ച കേസിൽ പോലീസിന് ചില സുപ്രധാന വിവരങ്ങൾ കൂടി ലഭിച്ചതായി റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ മാനസയുടെ കൊലപാതകം രഗിൽ ആസൂത്രിതമായാണ് നടപ്പിലാക്കിയതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. കൊല്ലപ്പെട്ട മാനസ പഠിക്കുന്ന കോളേജിനും താമസ സ്ഥലത്തിനും അടുത്തായി രഗിൽ ഒരു വാടക വീടെടുത്ത് താമസിച്ചതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്ലൈവുഡ് വ്യാപാരത്തിന് വന്നതാണെന്ന് പറഞ്ഞാണ് രഗിൽ വാടക വീട് ശരിപ്പെടുത്തിയത്. ഈ വാടക വീട്ടിൽ നിന്ന് ഒരു മാസത്തോളം മാനസയെ രഗിൽ നിരീക്ഷിക്കുകയും പിന്നീട് കൊലപാതകം നടത്തുകയും ചെയ്യുകയുമായിരുന്നു. ഇപ്പോഴിതാ രഗിൽ കൊലപാതകത്തിന് കൂടുതൽ ആസൂത്രണം നടത്തിയെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രഗിൽ കൊലയ്ക്കുപയോഗിച്ച 7.62 mm പിസ്റ്റൾ ബീഹാറിൽ നിന്നാണ് വാങ്ങിയത്. ഈ തോക്കിനെ പറ്റിയും ഈ തോക്ക് ബീഹാറിൽ നിന്നുമാണ് ലഭിക്കുക എന്ന കാര്യം രഗിൽ ഇന്റർനെറ്റിലൂടെയാണ് മനസ്സിലാക്കിയത്. ഇന്റർനെറ്റിലൂടെ തോക്കിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പഠിച്ച രഗിൽ എറണാകുളത്ത് നിന്ന് 2 സുഹൃത്തുക്കൾക്കൊപ്പം ബീഹാറിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ബീഹാറിലെത്തിയ രഗിൽ 4 സ്ഥലങ്ങളിലായി 8 ദിവസം തങ്ങിയിരുന്നുവെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരം. ജൂലൈ 12-ന് എറണാകുളത്ത് നിന്നാണ് രഗിൽ സുഹൃത്തിന്റെ കൂടെ ബീഹാറിലേക്ക് യാത്ര പോയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ തോക്കിനെ പറ്റി അന്വേഷിച്ചതിനു ശേഷം ഒരു പഴയ തോക്കാണ് രഗിൽ ബീഹാറിൽ നിന്നും വാങ്ങിയത്. പഴയ തോക്കാണ് എന്നതിനാൽ ഇത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാനാണ് സാധ്യത. ബ്ലാക്ക് മാർക്കറ്റിലും ഡാർക്ക് വെബിലും തോക്ക് കൈവശപ്പെടുത്താനാകും എന്ന കാര്യവും പോലീസ് മുഖവിലേക്കെടുക്കും. ഈ തോക്കിൽ നിന്നും, അതായത് 7.62 mm പിസ്റ്റളിൽ നിന്നും 7 റൗണ്ട് വരെ നിറയൊഴിക്കാൻ സാധിക്കും. ഈ തോക്കിൽ നിന്ന് 7 തവണയും രഗിൽ നിറയൊഴിച്ചതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ മാനസയെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് 2 തവണ മാത്രമേ വെടിയൊച്ച കേട്ടിട്ടുള്ളൂ എന്നാണ് മാനസയുടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി 5 തവണയും രഗിൽ വെടിവെക്കുന്നത് പരിശീലിച്ചിട്ടുണ്ടാവാം എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ കൊലപാതകത്തിന് വ്യക്തമായ പദ്ധതി രഗിലിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും രഗിൽ തോക്ക് വാങ്ങി എന്ന് കരുതപ്പെടുന്ന ബീഹാറിലേക്ക് കേരള പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം രഗിലിന്റെ കൂട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 2 സുഹൃത്തുക്കൾക്ക് ഒപ്പമായിരുന്നു രഗിലിന്റെ ബീഹാർ യാത്ര. കുറച്ചു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. കൂട്ടുകാരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനിടെ രഗിലിന്റെ ബിസിനസ് പാർട്ട്ണർ കൂടിയായ സുഹൃത്ത് ആദിത്യനെ പോലീസ് ചോദ്യം ചെയ്തു. ആദിത്യൻ ഉൾപ്പെടെ 3 സുഹൃത്തുക്കളെയാണ് ധർമ്മടം സ്റ്റേഷനിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്തത്. ആദിത്യന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ തോക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസിന് വ്യക്തതയുണ്ടാകും. അതേസമയം രഗിൽ ഒരു അന്തർമുഖ സ്വഭാവം വെച്ചു പുലർത്തുന്നയാളാണെന്നും കടുത്ത പ്രണയ നൈരാശ്യമാണ് രഗിലിനെ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.